വയനാട് മൈലമ്പാടിയിൽ കൂട്ടിലായ കടുവയെ തിരിച്ചറിഞ്ഞു. WYS 07 എന്ന 7 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് ഇന്നലെ കൂട്ടിലായത്. കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിൽ വെറ്ററിനറി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് കടുവ. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ വൈകിട്ട് 9:15 കൂടിയാണ് കടുവ കുടുങ്ങിയത്. ഈ പാമ്പുംകൊല്ലി കാവുങ്ങൽ കുര്യന്റെ വീടിന് സമീപത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനൊടുവിലാണ് കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് തയ്യാറായത്. ആദ്യഘട്ടത്തിൽ ഈ കൂട് സ്ഥാപിച്ചിരുന്നില്ല. അതിനെ തുടർന്ന് ജനങ്ങൾ അവിടെ ഉപരോധം ഉൾപ്പെടെ റോഡ് ഉപരോധമടക്കം സംഘടിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കൂട് സ്ഥാപിക്കുന്ന നടപടിയിലേക്ക് എത്തിയത്. എന്തായാലും ഈ കടുവ ഏതെന്ന് തിരിച്ചറിഞ്ഞു വനംവകുപ്പ്. വയനാട് സൗത്തിന് കീഴിലുള്ള 07 എന്ന നമ്പറുള്ള കടുവയാണിത്. പെൺകടുവയാണ്. 7 വയസ്സാണ് പ്രായം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ഗുരുതരമായ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കടുവയെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ ലഭ്യമാകുന്ന വിവരം. ഈ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ പരമാവധി കടുവകളുടെ എണ്ണം ഇപ്പോൾ 7 ആണ്. അതായത് അത് അവിടെ സൂക്ഷിക്കാവുന്ന കടുവകളുടെ, അതായത് വളർത്താവുന്ന കടുവകളുടെ എണ്ണം പരമാവധിയിൽ എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായും നേരത്തെ തന്നെ സമാനമായ രീതിയിൽ ഈ വർഷം 3ാമത്തെ കടുവയാണ് പിടികൂടുന്നത്. ഒന്ന് പുൽപ്പള്ളിയിൽ പിടിച്ചിരുന്നു, അതോടൊപ്പം തന്നെ കൊളകപ്പാറയിൽ പിടിച്ചിരുന്നു. ഇപ്പോൾ ഈ മീനങ്ങാടി മേഖലയിൽ ഒരു കടുവയെ കൂടി പിടിച്ചിരിക്കുന്നു. ഈ ആദ്യഘട്ടത്തിൽ ഈ കടുവയെല്ലാം തന്നെ കൊണ്ടുപോയത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ പുത്തൂരിലെ മൃഗശാലയിലേക്കോ അല്ലെങ്കിൽ തൃശ്ശൂരിലെ നഗരത്തിലെ മൃഗശാലയിലെ കൂട്ടിലേക്കോ മാറ്റാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം PCCFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എന്തായാലും മീനങ്ങാടി, മൈലമ്പാടി, അപ്പാട്, അതോടൊപ്പം തന്നെ പുല്ലുമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ ഭീതി പരത്തിയിരുന്ന കടുവയാണിത്. അതായത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയാണിത്. എന്തായാലും 3 ആടുകളെ കടുവ കഴിഞ്ഞ ദിവസം കൊന്നിരുന്നു. ഇതേ തുടർന്നാണ് ഈ പാമ്പുകൽ കൂരിൻ്റെ ആടിനെ തന്നെ വെച്ചുകൊണ്ട് അവരുടെ വീട്ടിലെ ആടിനെ തന്നെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കെണി ഒരുക്കിയത്. ആ കെണിയിലാണ് കടുവ ഇന്നലെ കുടുങ്ങിയത്. വേണു. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.